പഴുത്ത വരിക്കച്ചക്ക എടുക്കണം. അത് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. പഴുത്ത ചക്കയായതുകൊണ്ട് നന്നായി അരഞ്ഞ് കിട്ടും. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പാലും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയോ ഗോതമ്പ് പൊടിയോ എടുക്കാം. നന്നായി മിക്സാക്കി കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ചക്ക പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ലേ മിക്സിയിൽ അത് ഇട്ട് കൊടുക്കണം. ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറും പാലും കൂടിയിട്ടില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണേ. തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇത് നന്നായി ചൂട് മാറിയാൽ അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി മൊത്തത്തിൽ മിക്സാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കണേ. അതിനുശേഷം എടുക്കാൻ പാടുള്ളൂ. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചിരണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമിൻ്റെ ഇതുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു കയ്യിലെടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഈ ചക്ക ഐസ്ക്രീം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.